കാറ്റും മഴയിലും നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകുമെന്നാണ് എല്ലാവരുടെയും സങ്കടം. ഗാർഡനൊക്കെ ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ചട്ടികളും ഒക്കെ മറിഞ്ഞ് ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയാണ് എല്ലായിടത്തും കാണാൻ പറ്റുക. കണ്ടില്ലേ, ഇതുപോലെ പപ്പായ മരമൊക്കെ മൂടോടുകൂടി അങ്ങ് മറിഞ്ഞ് കിടക്കുകയാണ്. നല്ല കാറ്റാണ് ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മഴയൊന്ന് കുറഞ്ഞപ്പം പുറത്തേക്കൊന്ന് ഇറങ്ങിയാണ്. അപ്പം ഇതേപോലെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മരമൊക്കെ ഇതുപോലെ ചാഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ചെടികളൊക്കെ കണ്ടോ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ചട്ടിയോടെ ഇതേപോലെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ മഴയൊക്കെ പെയ്ത് ചീഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ചെടികൾ. അപ്പോൾ ഇതൊരു ആന്തൂറിയത്തിൻ്റെ ചെടിയാണ്. അതിൻ്റെ കമ്പുകൾ, ചീഞ്ഞ കമ്പുകളൊക്കെ അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ നമ്മൾ എപ്പോഴും മഴ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും മഴയൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങി എന്തൊക്കെയാണ് ഇവിടെ ചെടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അതേപോലെ തന്നെ ഇതേപോലെ മറിഞ്ഞു കിടക്കുന്നതും വെള്ളം കെട്ടിക്കിടക്കുന്നതും ഒക്കെ നമ്മളൊന്ന് നീക്കിക്കളയണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചവറൊക്കെ മുറ്റത്ത് ഇഷ്ടം പോലെ വീണ്, അപ്പോൾ ചവറൊക്കെ ഒന്ന് അടിച്ച് അതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ഒരു പോട്ടിൽ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതിൽ ഞാനൊരു ബിഗോണിയുടെ പ്ലാന്റ് ആയിരുന്നു നട്ടിരുന്നത്. അത് അളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കമ്പിട്ടിട്ട് മൊത്തം ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പൊക്കോളും. അതിന് ശേഷം നമുക്കിത് ചെടി നടണമെങ്കിൽ അതിൽ നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ട്. ഇതാണത് അളിഞ്ഞ തണ്ടാണത്. പിന്നെ നമ്മുടെ പിറ്റൂണിയയുടെ പൂക്കളൊക്കെ നനഞ്ഞ് കാറ്റടിച്ചിട്ടൊക്കെ നനഞ്ഞ് വൃത്തികേടായി. ഇതേ കണ്ടോ വാടി തലയൊക്കെ കുമ്പിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിൽ നിറച്ച് സീഡ്സാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്യാഞ്ഞ്. പിന്നെ നമ്മൾ 10 മണി കണ്ടില്ലേ, 10 മണിയിൽ നിറച്ച് കളകളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കളകളൊക്കെ ഒന്ന് പറിച്ച് കളയണം കേട്ടോ. എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഷെയ്ഡിലോട്ടൊന്നും വെക്കുന്നില്ല. ഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും ഷെയ്ഡിലാണ് ഇത് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ വെള്ളമൊന്നും വീഴാണ്ട് ഡ്രൈ ആയിട്ട്, പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഉണങ്ങി ചീഞ്ഞു പോവും. കുറേ ഇങ്ങനെ ഈ വെളുത്തിട്ട് ഇങ്ങനെ അങ്ങനെ തണ്ടുകളൊക്കെ പിന്നെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിത് എല്ലാ ദിവസവും നമ്മളിത് വാച്ച് ചെയ്യുക. എന്തെങ്കിലും അളിഞ്ഞ് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾ ഒത്തിരി ഷെയ്ഡുള്ള ഇതിലത്തേക്ക് നീക്കണ്ട, സൈഡിലായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇത് ഞാൻ ഒരു ബോർഡർ ഗ്രാസ് വെച്ചിരുന്ന വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പെൻസിൽ ഓർക്കിഡാണ്. അത് കണ്ടോ, അതിങ്ങനെ ചരിഞ്ഞ് കമ്പ് കെട്ടി വെച്ചിരുന്നാണ്, കാറ്റത്ത് ചരിഞ്ഞ് വീണേക്കാണ്. അതിപ്പോൾ ഈ കമ്പൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അതിൻ്റെ ഒരു കമ്പ് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പാണ്. അതിൻ്റെ ചുവട്ടി ആ ഒരു പോട്ടിൽ തന്നെ അതങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ബുഷിയായിട്ട് അത് ഉണ്ടായി കിട്ടും. നല്ലൊരു ഫ്ലവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതും ഇതുപോലെ കമ്പൊക്കെ നാട്ടി ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇനിയും കാറ്റ് വന്നാൽ ഇത് മറിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെടിച്ചട്ടിയോടുകൂടിയാണ് കാറ്റത്ത് മറിഞ്ഞു വീഴുക. ഇത് നമ്മുടെ എപ്പീഷ്യയാണ്. എപ്പീഷ്യയുടെ ഇത് മഴയൊക്കെ പെയ്ത് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ അളിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഉണങ്ങിയതും ചീഞ്ഞതും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതും കളയണം. കണ്ടില്ലേ, കണ്ടോ, വെള്ളം വീണിട്ട് ചീഞ്ഞു പോയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെ അതൊക്കെ എടുത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി നമ്മൾ നിർത്തണം. ഈ മഴ സമയത്ത് എല്ലാ ദിവസവും ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ എന്തെങ്കിലും ഇത് മഴയത്ത് നിന്ന് ചീഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ എപ്പീഷ്യയൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണങ്ങിയ ലീഫ് മാത്രമേ ഉള്ളൂ. അതൊന്ന് മുറിച്ച് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പം ഞാനിതിപ്പം ഏറെക്കുറെ എല്ലാത്തിൻ്റേതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബിഗോണിയ. ഇത് നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. എൻ്റെ ബിഗോണിയും അതേപോലെ തന്നെ നമ്മുടെ
എന്താണ് എൻജോയ് പോത്തോസും ഒക്കെ, അതൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്തിരി മഴ പെയ്താലും ഇത്തിരി വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഞാനിങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ സൈഡിലായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓവർ മഴ കൊള്ളാണ്ട് ഇരിക്കാൻ. അതായത് ബിഗോണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ പൊട്ടി വൃത്തികേടാകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ റോസിൻ്റെയൊക്കെ ചിലപ്പം ഓവർ മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ലീഫൊക്കെ മഞ്ഞിച്ച് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.